അപ്പം ഹലോ ഓൾ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ചാറ്റ് സെക്ഷനിൽ എസ് എന്നോ നോ എന്നോ എന്തെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ നോ എന്നിടണേ. ജസ്റ്റ് ഒന്ന് ഓക്കെ ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വലിയ ശല്യമായാലും യു ആർ പ്രസന്റിങ് ടു എവറി വൺ നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്തോ നോക്കിയിട്ടേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യട്ടെ. അത് പോട്ടെ. ഓക്കെ, അപ്പം സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് മോഡൽ എന്തുവാന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ബോക്സ് മോഡൽ, പിന്നെ അതേപോലെ CSS എങ്ങനെ പൊസിഷൻ ചെയ്യാം, രണ്ടും ഇമ്പോർട്ടന്റ് സംഭവങ്ങളാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML പേജ് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. HTML5 കൊടുക്കുക. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു HTML ടെംപ്ലേറ്റ് കിട്ടി. ഞാൻ ഇവിടെ ആണെങ്കിൽ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡേ 2 എന്നാണ്. ജസ്റ്റ് ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ ആ ടൈറ്റിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല, കാരണം ഇന്നലെ നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് ഓരോ കാര്യവും. ഇനിയും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ബോക്സിന് ഉള്ള പ്രോപ്പർട്ടീസ്, ആ ബോക്സിന് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത്, ഹൈറ്റ്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ആ ബോക്സിന്റെ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് ആയിരിക്കും. ഫസ്റ്റ് വൺ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിങ്. പിന്നെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ പഠിക്കുക നമ്മൾ. പിന്നെ മാർജിൻ പഠിക്കുക എന്തുവാന്ന്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വിഡ്ത്ത് എന്തുവായിരിക്കും, പിന്നെ അതേപോലെ ഹൈറ്റ് എന്തുവാണ്, പിന്നെ അതേപോലെ എന്തുവാണ് ആക്ച്വൽ ഹൈറ്റും, പിന്നെ അതേപോലെ തന്നെ ആക്ച്വൽ ഹൈറ്റ് എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതെന്തുവാണ്, അതുപോലെ തന്നെ ആക്ച്വൽ വിഡ്ത്ത് എന്തുവാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിയുമ്പോൾ നേരെ നമ്മൾ പൊസിഷനിങ്ങിലോട്ട് പോകും. CSS പൊസിഷനിങ്, ഇത് CSSന്റെ കുറച്ച് കോർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ പൊസിഷനിങ്, അതേപോലെ തന്നെ ഇത്രയും കൺസെപ്റ്റുകളും. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്തോ ചെയ്യുക, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്തോ ഡിവ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം, ഞാൻ ഒരു ക്ലാസ് നെയിം കൊടുക്കാൻ പോവാണ്. ഞാൻ കൊടുക്കുന്ന ഒരു മെയിൻ ബോക്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് അതിന് ക്ലാസ് നെയിം കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സൈഡിലോട്ട് വേണമെങ്കിൽ CSS പേജിനെ വേണമെങ്കിൽ എന്തോ ചെയ്യാം, അങ്ങോട്ട് മാറ്റാം. അങ്ങനെ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും, കോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവ് കൊടുത്തു. അതിന് ക്ലാസ് നെയിം ഞാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബോക്സ് എന്നാണ്. അപ്പൊ അതിന് ഞാൻ ഡിവ് ഇപ്പം കറന്റ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത കാരണം, അല്ലെങ്കിൽ ബോർഡർ ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത കാരണം എന്തുവാ ഇവിടെ ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വിഡ്ത്തും ഹൈറ്റും ബാക്കി കാര്യങ്ങളൊന്ന് എന്തോ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ഞാൻ ക്ലാസ് ആയിട്ട് ഡോട്ട് എന്ന് കൊടുക്കുന്നു, മെയിൻ ബോക്സ് കൊടുക്കുന്നു. എന്നിട്ട് വിഡ്ത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 പിക്സൽ. അതേപോലെ തന്നെ ഹൈറ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 പിക്സൽ ആയിക്കോട്ടെ. എന്നിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ 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 ഡിവ് ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് വെച്ച് ഡിസ്കസ് ചെയ്യാം. ഡിവ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിരിക്കും. പാരഗ്രാഫ് ആണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഹലോ കെവിൻ ജേക്കബ് എന്നാണ് ഞാൻ ആ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു പാരഗ്രാഫ് എന്തോ ചെയ്തു ഈ ഒരു വെബ് പേജിലാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാരഗ്രാഫിന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുക്കാൻ പോവാണ്, ബ്ലൂ എന്ന്. സെക്കൻഡ്.
ഇത്ര ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെഡിങ് ടാഗിനെ ഒരു ഡിവിനകത്തോട്ട് എൻക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ഡിവ് ഉണ്ട്, ആ ഡിവിനകത്ത് ഹെഡിങ് ടാഗ് വന്നിട്ടുണ്ട്. ഈ ഡിവിന് ഞാൻ ക്ലാസ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ബോക്സ് എന്ന് വല്ലതും പറഞ്ഞിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് മെയിൻ ബോക്സ് കൊടുക്കുന്നു. അതിനൊരു വിഡ്ത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പിക്സൽ. ഹൈറ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 പിക്സൽ വല്ലതും കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ലിങ്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നുകൊണ്ടിരുന്നത് അവിടെ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവ് കൊടുക്കുക. ഡിവിനകത്ത് ഹെഡിങ് കൊടുക്കുക. ആ ഡിവിനെ വേണമെങ്കിൽ നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം. ഒരു ഹൈറ്റ് ഇത്രയും കൊടുക്കാം, വിത്ത് 200 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തേക്കാം. ഹൈറ്റ് നമുക്കൊരു 100, ഒരു എത്ര കൊടുക്കാം, 70, ഒരു 40 കൊടുത്ത് ഞാൻ അതിന്റെ ഒരു ഹൈറ്റ് ആ ഡിവിന്റെ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവിന് ഒരു പാഡിങ് കൊടുക്കാൻ പോവാണ്. പാഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവിനകത്തുള്ള കണ്ടന്റ് ആണ് ഈ ഒരു H1 ടാഗ്. അപ്പൊ ആ ഒരു H1 ടാഗും അതേപോലെ തന്നെ ഈ ഒരു ഡിവും തമ്മിൽ എന്തോ ചെയ്യുന്നു, ഒരു സ്പേസിങ് ഞാൻ കൊണ്ടുവരാൻ പോവാണ്. അതിനാണ് പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പാഡിംഗ് ചെയ്യുന്ന എങ്ങനെ, പാഡിംഗ് 40 പിക്സലിന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്തോന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ അല്ലെങ്കിലാണെങ്കിൽ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവ് തന്നെ കളഞ്ഞേക്ക്. ഡിവ് അങ്ങ് ഇഗ്നോർ ചെയ്തേക്ക്. ഡിവിന്റെ ആവശ്യമില്ല. ടെക്സ്റ്റ് തന്നെ കൊടുത്തേക്ക്, മെയിൻ ടെക്സ്റ്റ് തന്നെ കൊടുത്തേക്ക്. അത് ചെറിയൊരു ഓക്കെ. ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഹെഡിങ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹെഡിങ് ടാഗിന് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്തും ഹൈറ്റും കൊടുത്ത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ഏതൊരു എലമെന്റ് ആയാലും അതൊരു എന്തുവായിരുന്നു, ഒരു ബോക്സ് മോഡലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെഡിങ് ടാഗ് എടുത്താലും പാരഗ്രാഫ് ടാഗ് എടുത്താലും ഒരു ബട്ടൺ എടുത്താലും എന്തെടുത്താലും അതൊരു ബോക്സിന്റെ ഫോമിലായിരിക്കും CSS കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വിഡ്ത്തും ഹൈറ്റ് കൊടുത്തിട്ട് ഈ ഒരു ഫോർമാറ്റ് വന്നത്. ഈ വിഡ്ത്ത് ഹൈറ്റ് ഞാൻ റിമൂവ് ചെയ്തെന്ന് വെച്ചോ. അതേപോലെ പാഡിങ്ങും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്തോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ടും ഒരു H1 ടാഗിനാണെങ്കിൽ എന്തോ ചെയ്തു, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു H1 ടാഗിന് സറൗണ്ടഡ് ആയിട്ട് എന്തോ ചെയ്തു, ആ ഒരു റെഡ് കളർ വന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് ടാഗ് ആയാലും പാരഗ്രാഫ് ആയാലും ഏതൊരു ടാഗ് ആയാലും നമുക്ക് എന്തോ എന്തോ ഹെഡിങ് ടാഗ് ആയാലും ഏത് ടാഗ് ആയാലും അതൊരു ബോക്സിന്റെ ഫോർമാറ്റിലായിരിക്കും CSS കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്തുവാണ്, നമ്മൾ ഡയറക്ട്ലി എന്തോ ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റുമെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ഡിവ് ഇല്ല, ഒരു ഡിവിന്റെ പോലും ആവശ്യമില്ല ഇവിടെ. നെക്സ്റ്റ് കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഈ ഒരു ഹലോ കെവിൻ ജേക്കബ് എന്നതാണ് കണ്ടന്റിനകത്ത്. ആ ഒരു കണ്ടന്റും ഈ ഒരു റെഡ് ആ ഒരു ബോക്സിന്റെ ടോപ്പും തമ്മിൽ ഒരു സ്പേസിംഗ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു സ്പേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന സ്പേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പേസിംഗ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ കണ്ടന്റിൽ നിന്ന് ഈ ഒരു ബോർഡർ വരെ ആ ഒരു ഡിവിന്റെ H1 ഒരു ഡിവായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ആ ഒരു ഡിവ് വരെയുള്ള ബോർഡർ തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് നമുക്ക് മാറ്റാൻ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത് എന്തുവാണ്, പാഡിംഗ് കൊടുക്കുന്നത്. പാഡിംഗ് നമുക്ക് 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു, ആ ഒരു കണ്ടന്റിൽ നിന്ന് ആ ഒരു H1 എന്ന ഡിവ് എന്ന് തന്നെ അങ്ങ് പറയാം, അല്ലെങ്കിൽ H1ന്റെ ആ ഒരു മാർജിൻ വരെ ഉള്ള ആ ഒരു സ്പേസിംഗ് എന്തോ ചെയ്തു 20 പിക്സലിന് ഇക്വലന്റ് ആയി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഇത് അങ്ങോട്ട് കൂട്ടാൻ പറ്റും. ഇപ്പൊ 30 ആയപ്പോ ഇത്രയായി, 40 ആയപ്പോ അതിലും വലുതായി, 50 അങ്ങോട്ടായി, 60 ആയപ്പോ എന്തോ സംഭവിച്ചു, ഈ ഒരു ഹലോ കെവിൻ ജേക്കബ് എന്നുള്ള ആ ഒരു കണ്ടന്റിൽ നിന്ന് ആ ഒരു മാർജിൻ വരെ ഉള്ള എന്തോ സംഭവിച്ചു, പാഡിങ്ങിന്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ആവാണ്. അപ്പം പാഡിങ് എന്തുവാന്ന് പിടികിട്ടിയോ, എന്തുവാണ് പാഡിങ്? പാഡിങ് ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും, നമുക്ക് ഇത്രേ കാണത്തുള്ളൂ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ സ്പേസിങ്. അഡ്വാൻസ് പാഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റിൽ നിന്ന് മാർജിൻ വരെ ഉള്ള ആ ഒരു സ്പേസിങ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്.
അപ്പൊ നിങ്ങൾ എന്തോ ഇപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവ് കൊടുത്തില്ലേലും സീൻ ഇല്ല. നമ്മളിവിടെ ആദ്യം ഡിവ് കൊടുക്കാൻ നോക്കി, അത് കൊടുത്തില്ലേ പോലും കുഴപ്പമില്ല. കാരണം CSS H1 ടാഗിനെ ഒരു ഡിവ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാഡിങ്ങിന്റെ സൈസ് ഒന്ന് കുറയ്ക്കുവാണ്. ഇത് ഒത്തിരി വലിയ സൈസാണ്. ഓക്കെ, ഇപ്പം 20 പിക്സൽ നിൽക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടി ഞാൻ പറയാൻ പോവാണ്. അതിന്റെ പേരാണ് ബോർഡർ എന്ന് പറയുന്നത്. ബോർഡർ എന്തുവാന്ന് വെച്ച് കാണിച്ചു തരാം. ബോർഡർ ഞാൻ കൊടുക്കാൻ പോകുന്നത് 10 പിക്സൽ സോളിഡ് ബ്ലൂ എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്തുവാണ്? ഇനിഷ്യലി ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ ഞാൻ എന്തോ ചെയ്യാം, ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇട്ട് കാണിച്ചു തരാം. ഇപ്പൊ എന്തോ സംഭവിച്ചു? ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുവാണ്, ആ ഒരു ബോർഡർ ഇല്ല. ഇപ്പം ബോർഡർ ഇല്ല, പാഡിങ് മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ആ ഒരു ബോർഡറിനകത്തോട് ഇടാൻ പോവാണ്. അപ്പൊ സംഭവിക്കുന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ ഈ സോളിഡിന്റെ പകരം ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ്, ഡോട്ടഡ് എന്നും കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാഡിങ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് ആ ഒരു കണ്ടന്റ് വരെ ഉള്ളത് 20 പിക്സലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ എന്തോ പറയുന്നത്, ഒരു ബോർഡർ വരാൻ പറയുന്നത്. അപ്പം ബോർഡർ എവിടാ വരുന്നത്? ആ ഒരു ടോപ്പ്, ആ ഒരു ഡിവിന്റെ അല്ലെങ്കിൽ H1 ടാഗിന്റെ ആ ഒരു ടോപ്പ് പാർട്ട് വരെ എത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ടുള്ള 10 പിക്സൽ താഴോട്ട് മൂവ് ചെയ്യും, 4 വശത്ത് നിന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 10 പിക്സൽ, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് 10 പിക്സൽ, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് 10 പിക്സൽ, അതേപോലെ തന്നെ ഈ ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 10 പിക്സൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും, ഇതിപ്പോ ഞാൻ സോളിഡ് തന്നെ ആക്കുവാണ്. എന്നിട്ട് വേണമെങ്കിൽ 10നെ നമുക്ക് കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് 20 ആയി, 30 ആയി, 40 ആയി. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനാണ് എന്തുവാണ് ഈ ഒരു ബോർഡർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബോർഡറിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. ആ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് 40 പിക്സൽ താഴോട്ട് ഇറങ്ങിയായിരിക്കും 4 വശത്തും ബോർഡർ വരുന്നത്. ഇനി ചില സമയത്ത് നമുക്ക് ബോർഡർ ലെഫ്റ്റ് സൈഡിൽ മാത്രം മതിയെങ്കിൽ ബോർഡർ ലെഫ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഡോട്ട് സോളിഡ് ആക്കാം. കണ്ടോ? അപ്പം ബോർഡർ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ബോർഡർ വന്നിട്ടുള്ളൂ. അപ്പൊ അതേപോലെയാണ് നമ്മൾ ബോർഡർ പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കാര്യം അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിംഗ് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പാഡിംഗ് ഉള്ള നേരത്ത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തോ ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ഇവിടെ കമ്പ്യൂട്ടർ എന്നുണ്ട്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് ഇത് എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കണ്ടന്റ്. കണ്ടന്റിന്റെ സറൗണ്ടഡ് ആയിട്ട് നമ്മൾ എന്തോ ചെയ്തു, പാഡിംഗ് കൊടുത്തു. ഇവിടാണ് എന്തോ ചെയ്യുന്നത്, ബോർഡർ വരുന്നത്. ബോർഡർ കറന്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ബോർഡർ സ്പെസിഫൈ ചെയ്യാൻ പോകുമ്പോൾ ബോർഡർ 10 പിക്സൽ സോളിഡ് കൊടുത്തു. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, ഇവിടെ പാഡിംഗ് ഉണ്ട്. ആ ഒരു പാഡിങ്ങും കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു, ആ ഒരു ഡിവിന്റെ ആ ഒരു സർഫസ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പാഡിങ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ കൊണ്ടങ്ങ് ആ ഒരു സോളിഡ് അല്ലെങ്കിൽ ആ ഒരു ഡിവ് തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു, ഞാൻ കുറച്ച് പറഞ്ഞാൽ ജസ്റ്റ് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ആ ഒരു പാഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് മുകളിലേക്കാണ് നോക്കേണ്ടത്, അവിടെ നിന്ന് താഴോട്ടല്ല. അത് ഞാൻ പറഞ്ഞതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഇനിഷ്യലി ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടന്റിന് നമ്മൾ 20 പിക്സൽ പാഡിങ് കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ ബോർഡർ കൊടുക്കുന്ന നേരത്ത് ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്ക് 10 പിക്സൽ ആണ് പോകേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോൾ അത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പോൾ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ഫസ്റ്റ് പാഡിങ് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് പാഡിങ്ങിൽ നിന്ന് എത്ര സ്പേസിങ് മുകളിലേക്ക് കൊണ്ടുപോകണം, അതിനാണ് ആ ബോർഡർ എന്ന് പറയുന്നത്. അത് എത്ര വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി 10 എന്ന് കൊടുത്തേക്കുന്നത്. ഇതിപ്പോ ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല, പിന്നെ 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡർ ഒരു 100 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിങ് എന്തോ 20 പിക്സൽ ആയിട്ട് തന്നെ നിൽക്കും, അവിടെ വ്യത്യാസമില്ല. അവിടെ നിന്ന് മുകളിലേക്ക് എങ്ങോട്ട് പോകുന്നു, ബോട്ടത്തിൽ നിന്ന് ഈ ഒരു ബോട്ട പോർഷനിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഒരു 100 പിക്സൽ ആണ് ആ ഒരു ബോർഡർ വരാൻ പോകുന്നത്. അത് 4 വശത്തും വരും. ലെഫ്റ്റ് സൈഡിൽ മാത്രം വരണമെങ്കിൽ അത് ബോർഡർ ലെഫ്റ്റ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ ഒരു ബോർഡറിന്റെ പ്രോപ്പർട്ടി വരാൻ പോകുന്നത്. അത് ക്ലിയർ ആയോ? ഇനിഷ്യലി ഞാൻ പറഞ്ഞപ്പോൾ അത് താഴോട്ട് തെറ്റിപ്പോയാ, തിരിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ അത് ക്ലിയർ ആയോ എല്ലാവർക്കും? അതോ ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിങ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാഡിങ് പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല മറ്റു പ്രോപ്പർട്ടികൾക്ക്.
പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ ഒരു ബോർഡർ കണക്കിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബോർഡർ എന്ന് കൊടുക്കുക. അപ്പൊ അതാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇത് ഞാൻ ചെറിയൊരു സൈസിലേക്ക് മാറ്റുകയാണ്. നെക്സ്റ്റ് കാര്യം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉള്ളത്. മാർജിൻ പ്രോപ്പർട്ടി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിവ് ഉണ്ടല്ലോ, അതിനെ ഞാനാണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പോവാന്ന് വെച്ചോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ മാർജിൻ ലെഫ്റ്റ് 20 പിക്സൽ ഞാൻ കൊടുത്തു. അപ്പോൾ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ എന്തുവാ, ആ ലെഫ്റ്റിൽ നിന്ന് HTML ഡോക്യുമെന്റ് ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽ എന്തോ ചെയ്തു. ഈ കംപ്ലീറ്റ് സാധനം, ഈ അതിനകത്തുള്ള കണ്ടന്റും അതിന്റെ പാഡിങ് കഴിഞ്ഞിട്ട് വരുന്ന മാർജിൻ പോർഷനും ഇതെല്ലാം കൂടി എന്തോ ചെയ്തു, ആ ഒരു HTML ഡോക്യുമെന്റ് ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽ എന്തോ ചെയ്തു, റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അതേപോലെ തന്നെ ഇനിയും നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്നൊരു നമുക്കൊരു 50 പിക്സൽ താഴോട്ട് പോകണമെങ്കിൽ എന്തോ ചെയ്യണം, മാർജിൻ ടോപ്പ് എന്ന് കൊടുക്കുക. അപ്പൊ എന്തോ സംഭവിച്ചു, ഈ ഒരു ടോപ്പിൽ നിന്ന് 50 പിക്സൽ ആണ് താഴേക്ക് പോയത്. ഇനിയും നെക്സ്റ്റ് കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന്, ടോപ്പിൽ നിന്ന്, റൈറ്റിൽ നിന്ന്, ബോട്ടത്തിൽ നിന്ന്, എല്ലായിടത്തും നിന്ന് എന്തോ ചെയ്യുന്നു, ഒരു മാർജിൻ, മറ്റേ എലമെന്റിൽ നിന്ന് ഒരു മാർജിൻ വരണമെങ്കിൽ എന്തോ ചെയ്യണം, ജസ്റ്റ് മാർജിൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തോ സംഭവിക്കും, മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരാം. മാർജിൻ 50 പിക്സൽ അർത്ഥമെന്ന് വെച്ചാൽ മാർജിൻ ഇപ്പം ടോപ്പ്, അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. മാർജിൻ ടോപ്പ് 50 പിക്സൽ എന്നുണ്ട്, മാർജിൻ ടോപ്പ് റൈറ്റ് 50 പിക്സൽ, മാർജിൻ ബോട്ടം 50 പിക്സൽ, അതേപോലെ തന്നെ മാർജിൻ ലെഫ്റ്റ് 50 പിക്സൽ. അപ്പോൾ ഇത്ര എഴുതുന്ന കോഡിന്, ഇപ്പൊ നമ്മൾ എഴുതി ഈ 4 ലൈൻ കോഡിന് ഇക്വലന്റ് ആണ് ഈ മാർജിൻ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇത് മാറ്റിക്കഴിഞ്ഞാലും ചേഞ്ച് ഇല്ല, കാരണം ആ ഒരു മാർജിൻ ഇക്വലന്റ് ആണ് ഇത്രയും ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം വരുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ഇത് റിമൂവ് ചെയ്താലും അതിന് ഇക്വലന്റ് ആയിട്ട് ആ മാർജിനെ എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു ഫോർമാറ്റിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഫോമിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, വെറും മാർജിൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനിയിപ്പോ മറ്റൊരു കാര്യം നമ്മളിപ്പം ചെയ്യാൻ പോവാ. ഇപ്പം ഇൻ കേസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാം, നമുക്ക് ടോപ്പിൽ നിന്ന് 10 പിക്സൽ താഴോട്ട് വരണം, ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽ വരണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ടോപ്പിൽ നിന്ന് 10 പിക്സൽ വരണം, റൈറ്റിൽ നിന്ന് എത്ര പിക്സൽ ഒന്നും പോകണ്ട, ബോട്ടത്തിൽ നിന്ന് ഒരു പിക്സലും വേണ്ട, ലെഫ്റ്റിൽ നിന്ന് നമുക്ക് എത്ര വേണം, 20 പിക്സൽ വേണം. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മളാണെങ്കിൽ മാർജിൻ ഫസ്റ്റ് എഴുതേണ്ടത് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പിന്റെ ആയിരിക്കും, പിന്നെ വരാൻ പോകുന്നത് മാർജിൻ റൈറ്റിന്റെ ആയിരിക്കും, പിന്നെ വരുന്നത് മാർജിൻ ബോട്ടം ആയിരിക്കും, പിന്നെ വരുന്നത് മാർജിൻ ലെഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ മാർജിൻ ലെഫ്റ്റ് ഈക്വൽ 20 എന്ന് കൊടുക്കണ്ട. ഈ ഒരു ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, മാർജിൻ ടോപ്പിൽ നിന്നും ആ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും, അതേപോലെ മാർജിൻ ലെഫ്റ്റിൽ നിന്നും 20 പിക്സൽ കൊടുക്കാൻ പറ്റും. ആ കണ്ടൻസ്ഡ് ഫോമിനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ബോർഡർ ലെഫ്റ്റ്, ബോർഡർ റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, 10 പിക്സൽ. ഇപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് വെക്കുന്ന നേരത്തെ തന്നെ കണ്ടോ, ബോർഡർ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോർഡർ എന്നത് ഒരു കണ്ടൻസ്ഡ് ഫോം ആണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഫോർ സെറ്റിംഗ് ബോർഡർ വിത്ത് സ്റ്റൈൽ ആൻഡ് കളർ. അപ്പം ഈ ഒരു സോളിഡ് എന്നത് ബോർഡർ കളർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് പല ഫോർമാറ്റിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു കണ്ടൻസ്ഡ് ഫോമിൽ നമ്മൾ ബോർഡർ എന്ന് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അതേപോലെയാണ് ഇവിടെ മാർജിൻ എന്ന് വന്നേക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണോ, ഷോർട്ട് ഹാൻഡ് ഫോമിൽ എഴുതിയേക്കുന്നത്? അതോ ഇത് കൺഫ്യൂസിംഗ് ആണെങ്കിൽ ഞാൻ മറ്റേ രീതിയിൽ തന്നെ എഴുതി പോവാം, മാർജിൻ ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും ഒക്കെ കൂടെ തന്നെ എഴുതി പോകാം. ഇതിപ്പം ഇങ്ങനെ കണ്ടൻസ്ഡ് ആയിട്ട് എഴുതുന്നത് ക്ലിയർ ആണോ? അതൊന്നും കൂടെ പറയണോ? രണ്ടുപേർക്ക് ക്ലിയർ ആയുള്ളൂ. അപ്പൊ ബാക്കി ആരും ക്ലിയർ ആയില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ക്ലിയർ ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. നെക്സ്റ്റ് കാര്യം നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് മാർജിനായി, ഇത്രയും കാര്യങ്ങളായി. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പൊസിഷനിങ് പഠിക്കാം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു കാര്യം. അല്ല, ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മാർജിൻ ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ മാറ്റുന്നു. മാർജിൻ ഞാൻ 10 എന്ന് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമാണ് ഇത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഇവിടെ ഒരു മാർജിൻ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഞാൻ ചെയ്യുന്ന അതേ കാര്യം ഫോളോ ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് എന്തോ ചെയ്യുക, എലമെന്റിനകത്ത് ഈ ഒരു കമ്പ്യൂട്ടർ നോക്കുന്ന നേരത്തെ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഈ ബോക്സിന്റെ കംപ്ലീറ്റ് ലേഔട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടി, ഈ ഒരു
ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ നിന്ന് കിട്ടി. മാർജിനും അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഹൈറ്റ് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു ബോക്സിന് അതൊരു 100 അല്ല, ഒരു 200 പിക്സലാണ് ഹൈറ്റ് കൊടുത്തത് തന്നെ വെച്ചോ. ഓക്കെ, എന്നിട്ട് ഞാൻ വിട്ടു കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 പിക്സലാണ് വിട്ടു കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കുകയാണ്. ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 300 പിക്സലും എന്ന വിട്ടും 200 പിക്സൽ എന്ന ഹൈറ്റും എവിടെ ആർക്ക് അപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റയർ ബോക്സിനാണോ അപ്ലൈ ആയത്, ഈ കണ്ടന്റ് ആണോ അപ്ലൈ ആയെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പറ. വിട്ടായ 300 പിക്സലും ഹൈറ്റായ 200 പിക്സലും നമ്മൾ കൊടുത്ത നേരത്ത് കണ്ടന്റിനാണ് അപ്ലൈ ആയത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ ഇത്ര നേരം പറഞ്ഞു ഇത് ഡിവ് ആണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കണ്ടന്റിന് വന്നു? അതാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇപ്പൊ നമ്മളിപ്പോ ഒരു വിട്ടും ഹൈറ്റും കൊടുക്കുന്ന നേരത്തെ ഇപ്പൊ ഡിവിന്റെ കേസിലൊക്കെ കംപ്ലീറ്റ് ആ ഡിവിനല്ലേ ഒരു വിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഹൈറ്റിനാണല്ലോ ഇപ്പം ഇന്ന സ്പെസിഫൈ ചെയ്യുമ്പോൾ അത്രയും ഹൈറ്റിനല്ലേ വരുന്നത്, അത്രയും പിക്സൽ അല്ലെങ്കിൽ അത്രയും പെർസെന്റേജോ അല്ലെങ്കിൽ വ്യൂ വിട്ടോ വ്യൂ ഹൈറ്റോ വരാൻ പോകണ്ടേ. പക്ഷെ ഇവിടെ നമുക്ക് കൊടുത്തത് കണ്ടന്റിനാണ് ഈ ഒരു 300 എന്ന വിട്ടും 200 എന്ന ഹൈറ്റും വന്നത്. അത് ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ, ആരെങ്കിലും ഗസ് ഒന്ന് ചെയ്തേ. ഇതിനകത്ത് ഇത്രയും 10-18 പേരുണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, മണ്ടത്തരമൊന്നും ആകത്തില്ല. ഇന്നലെ തന്നെ പലരും പറയുന്ന ആൻസർ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും. നവാഫ്, ആദിൽ, മിഥിലാജ്, ഞാൻ പേര് വിളിക്കാൻ തുടങ്ങണമല്ലോ. ജഹാന, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നാല് ഡോട്ട് മെയിൻ ടെക്സ്റ്റ് എന്ന കണ്ടന്റിനെ അല്ലേ നമ്മള് കോൾ ചെയ്യുന്നത്. അതെ അതെ, അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണം, ആ ഒരു കേസിനെ ഓവർറൈഡ് ചെയ്ത് മാറ്റണം. അങ്ങനെ വരണ്ട. നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ബോക്സ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറയാൻ പോവാണ്. അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബോക്സ് സൈസിങ് നമ്മൾ കൊടുക്കണം, ബോർഡർ ബോക്സ് കൊടുക്കണം. ഇവിടെ സംഭവിച്ച കാര്യം എന്തുമായിരിക്കും? ഇവിടെ എന്തുമായിരിക്കും സംഭവിച്ചതെന്ന് ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഞാനാണെങ്കിൽ ആ ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടന്റിനാണോ വിട്ടും ഹൈറ്റും പോയത്, അതോ ആ ഡിവിനാണോ പോയത്? അറിയാനൊക്കെ ഇല്ലല്ലോ. ഡിവിനാ പോയത്. അപ്പം ഇവിടെ അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാർജിൻ ഒക്കെ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബോർഡർ, പാഡിങ് ഇതെല്ലാം കൂട്ടിയേ എന്തോ വരത്തുള്ളൂ, ഈ വിട്ടും ഹൈറ്റും കൂടെ കാൽക്കുലേറ്റഡ് ആയിട്ട് വരത്തുള്ളൂ. ബോർഡർ സൈസിങ് ബോർഡർ ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്തേ എപ്പോഴും കോഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവസാനം വിട്ടും ഹൈറ്റൊക്കെ കൊടുക്കുന്നത് പല വാല്യൂ ആയി പോകും, തെറ്റി എല്ലാം കുറെ കുളമാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് HTML ഒരു ഏത് വെബ്സൈറ്റ് ചെയ്യുവാണെങ്കിലും ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ബോക്സ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിസൈനും സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇവിടുന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? 300/200 എന്ന് വന്നതാണ്ടോ? ഇത് ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 240/140. ഇപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഹൈറ്റ് 200 അല്ലയോ, അപ്പം ഇവിടുത്തെ കണ്ടന്റിന്റെ 140 ആണ്, അതിന്റെ മുകളിൽ 20, അത് കഴിഞ്ഞിട്ട് ബോർഡിന്റെ 10, പാഡിങ് 20, 10, അതേപോലെ താഴെയും ഒരു 20-10 ഉണ്ട്. അപ്പം ഈ ഒരു 30 + 30 60 + 140 വരുമ്പോൾ എന്തോ കിട്ടും? 200 കിട്ടും. അപ്പൊ കറക്റ്റ് ആയില്ലയോ ഹൈറ്റ്? അപ്പോൾ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? കണ്ടന്റിനായിരിക്കും ആ ഒരു ഹൈറ്റ് പോകാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റിലോട്ട് നേടുക ക്ലിയർ ആണെന്ന്. ഒന്നുകൂടെ പറയാമോ? അപ്പൊ ഇത് സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് വിടാം, നമുക്ക് ഹൈറ്റും വിട്ടൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക തന്നെ വെച്ചോ. ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യട്ടെ. ഈ ഒരു ഇമേജ് കാണാമല്ലോ. അപ്പൊ ഇവിടെ ഹൈറ്റും വിട്ടും ഞാൻ സ്പെസിഫൈ ചെയ്തില്ല. ഞാൻ ഇവിടെ ചുമ്മാ ഒരു ഹൈറ്റും വിട്ടും ഒന്ന് കൊടുക്കാൻ പോയി. എനിക്കിപ്പം ഇൻ കേസ് ഇപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് ഒന്നും അറിയാത്ത ഒരാളാന്ന് തന്നെ വെച്ചോ, ഞാൻ ചുമ്മാ അങ്ങ് കൊടുക്കും. ചുമ്മാ എന്തോ ഇത് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഹൈറ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തു. വിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ്. ഹൈറ്റ് ഞാൻ ഒരു 150 കൊടുത്തു. വിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 പിക്സലിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയ നേരത്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ചോദ്യം എനിക്ക് തന്നെ സ്വയം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഹൈറ്റ് 150 കൊടുത്തു, വിട്ട് 300 കൊടുത്തു? എന്തുകൊണ്ട് ഈ ഒരു പോയിന്റ് മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവിന്റെ ഈ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ, ഈ പോയിന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പോയിന്റ് മുതൽ
ഈ ഒരു ഡിഫിന്റെ ഈ റൈറ്റിൽ ഈ ഒരു പോയിന്റ് വരെയുള്ള വിഡ്ത്ത് എത്ര ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്തോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കമ്പ്യൂട്ടറിൽ നോക്കുക, അവിടെയുള്ള കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 300-നെക്കാളും വലിയൊരു വാല്യൂ നമുക്ക് കിട്ടുവാണ്. നമ്മൾ വിട്ട് 300 സ്പെസിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ മൊത്തം അളന്ന് നോക്കി എങ്ങനെയും അളന്ന് നോക്കിയപ്പോൾ പക്ഷെ 300 അല്ല, 300-നെക്കാളും കൂടുതലാണ്. 300-നെക്കാളും എത്ര കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 300 പ്ലസ് 20 പ്ലസ് 10. അപ്പൊ എന്തുവായി? 330. 330 പ്ലസ് റൈറ്റിലും ഉണ്ട് ഒരു 30 ഉണ്ട്, അപ്പൊ 360 ആയി മാറി. അപ്പൊ നമ്മൾ കൊടുത്ത വിട്ട് 300 ആയിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ച കേസ് എന്തുവാന്ന് വെച്ചാൽ എന്തുവായിരുന്നു? നമ്മൾ 300 വിട്ട് കൊടുത്തിട്ട് പോലും നമ്മൾ അളന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 360 ആണ്. അവിടെയാണ് ആദ്യത്തെ സംശയം നമുക്ക് ഇവിടെ വന്നത്, എന്തുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്രയും നോക്കിയാൽ മതി. ഞാൻ ഈ ബോർഡറും പാഡിങ്ങും അങ്ങ് റിമൂവ് ചെയ്തത് തന്നെ വെച്ചോ. അങ്ങനെ ആയപ്പോൾ കണ്ടന്റിന് 300 വിട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മള് പാഡിങ്ങും ബോർഡറും ഒരു ബോക്സിനകത്ത് ഇട്ടുപോയാൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡർ ബോക്സ് പ്രോപ്പർട്ടി കൊടുത്തിട്ടുമില്ലെങ്കിൽ വിട്ടിന്റെ കൂടെ പാഡിങ്ങും അതേപോലെ തന്നെ ബോർഡറും എന്തോ ചെയ്യും, ആഡ് ഓൺ ആയി വരും. ഈ ഒരു ഇഷ്യൂ നമ്മൾ എന്തോ ചെയ്യണം, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് നമ്മൾ കൊടുത്തെന്ന് തന്നെ വെച്ചോ. ഇനി ഞാൻ ഒന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കേസ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ലെഫ്റ്റ് മൗസ് പോയിന്റിൽ നിന്ന് ഈ റൈറ്റ് മൗസ് പോയിന്റ് വരെയുള്ള വിഡ്ത്ത് എത്ര നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് ഇൻസ്പെക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിനകത്ത് നോക്കിയപ്പോ എത്ര? അവരപ്പം പറയുക 240 ഉള്ളെന്ന് വിഡ്ത്ത്, കണ്ടന്റ് വിഡ്ത്ത്. അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ 240 എന്ന വാല്യൂ അത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഈ 240 എന്നുള്ള വാല്യൂ അതോ എനിക്കേ ഉള്ളൂ? കാരണം ഇത് കാണാൻ പറ്റുന്നുണ്ടോ? 240 എന്ന് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ 240 എന്ന വാല്യൂവിന്റെ കൂടെ ഈ 20 പ്ലസ് 10 ലെഫ്റ്റ് സൈഡിൽ വന്നു. റൈറ്റിലാണ് ഈ 20 പ്ലസ് 10 വന്നപ്പോ എന്തോ സംഭവിച്ചു? ഇവിടെ ഒരു 30 വന്നു, ഇവിടെ 20 പ്ലസ് 10 ഒരു 30 വന്നു, 30 പ്ലസ് 30 60 വന്നു. അത് കൂടെ അതിന്റെ കൂടെ എന്തോ ചെയ്തു? 240 വന്നിട്ട് 300 പിക്സലാണ് എൻറ്റയർ വിഡ്ത്ത് കിട്ടിയത്. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ എപ്പോഴും എന്തോ ചെയ്യുക? ബോർഡർ ബോക്സ് കൊടുക്കണം, ബോക്സ് സൈസിങ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ കണ്ടന്റിന് മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, വിഡ്ത്തും ഹൈറ്റും പോകത്തുള്ളൂ. ഈ കാര്യം ഇപ്പം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. പൊസിഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് കുറച്ച് വിഷയമാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് ആദ്യം കിട്ടാൻ വളരെ പാടാണ്, കറക്റ്റ് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം ആദ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നാച്ചുറലാണ്. ഇപ്പൊ ആർക്കായാലും അത് പാടാണ്. ഞാനും ആദ്യം പഠിച്ചായിരുന്നു, എനിക്കും കുറെ താമസം എടുത്തായിരുന്നു എന്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന പോലെ ഒരു സ്റ്റൈലിംഗ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഞാൻ ഒരു ഡിവ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവിനകത്ത് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 ഡിവ് ആണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒരു മെയിൻ ഡിവ് ഉണ്ട്, അതിനാടി ഒരു ഡിവ്. ഓക്കെ, അപ്പൊ എന്നിട്ട് ഈ ഒരു ഡിവിന് ഞാൻ ക്ലാസ് കൊടുക്കാൻ പോവാണ്. എന്തുവാണ്? മെയിൻ ബോക്സ് എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിന് ഞാൻ ക്ലാസ് കൊടുക്കാൻ പോവാണ് ബോക്സ് 1. ഇതിന് അടുത്തതിന് ഞാൻ ക്ലാസ് കൊടുക്കാൻ പോവാണ് ബോക്സ് 2. അടുത്തതിന് ക്ലാസ് കൊടുക്കാൻ പോവാണ് ബോക്സ് 3 എന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊക്കെ സ്റ്റൈലിംഗ് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിനൊരു വിഡ്ത്ത് ഞാൻ കൊടുക്കാൻ പോവാണ്. വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 600 പിക്സൽ ഞാൻ കൊടുത്തു. എന്നിട്ട് ഹൈറ്റ് ഞാനൊരു 300 പിക്സൽ കൊടുക്കാം, അല്ലെങ്കിൽ 600 കൊടുക്കാം. 600 തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്ലൂ എല്ലാം കൊടുക്കാം. ഒരുപാട് വലുതായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്തോ ചെയ്തു? ഒരു വിട്ട് കൊടുത്തു, ഒരു ഹൈറ്റ് കൊടുത്തിട്ട് ഒരു മെയിൻ ഡിവ് കൊടുത്തു, മെയിൻ ഡിവ് ആക്കി. അതിന്റെ അകത്ത് ഞാൻ എന്തോ ചെയ്യാൻ പോവാ? ചെറിയൊരു ബോക്സുകളുണ്ട്. ആ ബോക്സുകൾക്ക് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ബോക്സ് 1 അതിന്റെ വിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 പിക്സൽ കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു 500 തന്നെ ആയിക്കോട്ടെ, 500 പിക്സൽ. എന്നിട്ട് അതിന് ഹൈറ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120 പിക്സൽ. ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പറയൂ, റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് ഒരു ഓക്കെ. എന്നിട്ട് മെയിൻ ബോക്സിന് താഴെ ഞാനൊരു
ഇൻബോക്സ് എന്തെങ്കിലും കൊടുക്കാം, ചുമ്മാ കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ബോക്സ് 1 ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാരഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ബോക്സ് 1 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്തോ ചെയ്യുന്നു, 3 സ്റ്റൈൽസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ 2 വരെ. ബോക്സ് 2 ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ മാറ്റാം. നമുക്ക് ഒരു കളർ കൊടുക്കാം, ബ്ലൂ വയലറ്റ്, അത് വേണ്ട, ഗ്രീൻ കൊടുക്കാം. ഇതിന്റെ താഴെ ഞാൻ കൊടുക്കാൻ പോകുന്ന സ്റ്റൈലാണ് ഓക്കെ ഗ്രീൻ, യെല്ലോ. ഈ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ഒരു പാരഗ്രാഫ് കൊടുക്കാൻ പോവാണ്, ബോക്സ് 2 എന്ന്. അതേപോലെ ഇവിടെ ബോക്സ് 3 എന്ന് കൊടുക്കാൻ പോവാണ്. ഇത് ഇത്രയും എന്തോ ചെയ്യാം, നിങ്ങൾ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണേ. ഞാൻ ചെയ്ത അത്രയും നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് എസ് എന്ന് എന്തോ ചെയ്യുക, ചാറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ഇത്രയും ചെയ്ത് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യാം, ഇത്രയും കോഡ് ഞാൻ ആ ഒരു കമന്റിനകത്തോട്ടോ വല്ല ഇടാം, ചാറ്റിനകത്തോട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്തോ ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം, സ്റ്റൈലും കൂടെ ഇടാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ചെയ്യുക, എസ് എന്ന് പറയുക ചാറ്റ് സെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും. എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എസ് എന്ന് പറയണേ. ഒരാളെ ചെയ്തുള്ളൂ. രണ്ടായി. എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ ഇനിയും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് കോർ കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് പോകും, പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലാകത്തില്ല. അതും തൊട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു HTML എന്തോ ചെയ്യുന്നത്, HTML നമ്മൾ ഒരു എലമെന്റ്സിനെ നമ്മൾ എന്തോ ചെയ്യുന്നു, റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, സ്ക്രീനിൽ റെൻഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന്റെ താഴെയായിട്ടേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിവ് കൊടുത്തു, അടുത്ത ഡിവ് അതിന്റെ താഴെ വന്നു, മൂന്നാമത്തെ ഡിവ് ഈ രണ്ടാമത്തെ ബോക്സിന്റെ താഴെയാണ് വന്നേക്കുന്നത്. ബോക്സ് 3 ഒന്നിന്റെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു HTML ആ ഒരു ടെൻഡൻസി, ആ ഓരോ ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ഓരോ എലമെന്റുകളെ ഒന്നിന്റെ താഴെ പെറുക്കി കാണിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയെ പറയുന്നതാണ് പൊസിഷൻ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. എങ്ങനെ? പൊസിഷൻ സ്റ്റാറ്റിക്. അതാണ് HTML ഡീഫോൾട്ട് ബിഹേവിയർ. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ റിലേറ്റീവ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പൊസിഷൻ ആബ്സലൂട്ട് ആണ് സെക്കൻഡ് ആയിട്ട്, നമുക്ക് തേർഡ് ആയിട്ട് പൊസിഷൻ റിലേറ്റീവ് സെക്കൻഡ്, ആബ്സലൂട്ട് തേർഡ്, പിന്നെ പൊസിഷൻ ഫിക്സ്ഡ് ഉണ്ട്, സ്റ്റിക്കിക്ക് ഒരു 1-2 ക്ലാസ് വേണം, അത് അത്രയും ഉണ്ട്. അപ്പം സ്റ്റിക്കി ഇന്ന് എടുക്കുന്നില്ല, പൊസിഷൻ ഫിക്സ്ഡ് വരെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് പൊസിഷൻ റിലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സ് 1 ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഞാൻ ചെയ്യുന്നത് പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു. ഇവിടെ പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഇനി ഞാനിവിടെ പൊസിഷൻ റിലേറ്റീവ് ഏതെങ്കിലും ഒരു എലമെന്റിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടുന്ന 4 പ്രോപ്പർട്ടികളുണ്ട്. ഫസ്റ്റ് വൺ ടോപ്പ്, പിന്നെ ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം. ഈ 4 പ്രോപ്പർട്ടികളിലേക്കാണ് നമുക്ക് എന്തോ ചെയ്യുന്നത്, പൊസിഷൻ റിലേറ്റീവ് ആക്സസ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ റിലേറ്റീവ് ഇല്ലാതെ നമുക്ക് ടോപ്പിനെയോ ലെഫ്റ്റിനെയോ റൈറ്റിനെയോ ചുമ്മാ ടോപ്പ് അത് ഇതെന്നൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷെ അതൊന്നും അപ്ലൈ ആകത്തില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊസിഷനിൽ എന്തോ ചെയ്യുക, റിലേറ്റീവ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സ് 1നെ അതിന്റെ കറന്റ് പൊസിഷനിൽ നിന്ന് എന്തോ ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ് കറന്റ് പൊസിഷനിൽ നിന്ന്. അതിന് ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ലെഫ്റ്റ് 20 പിക്സൽ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു, ആ ഒരു ബോക്സ് ഇരുന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് 20 പിക്സൽ എന്തോ സംഭവിച്ചു, റൈറ്റിലേക്ക് പോയി. ലെഫ്റ്റ് 20 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയി, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ബോക്സ് 1 ഇനിഷ്യലി ഇരിക്കുന്ന സ്ഥലവും ഇപ്പോൾ ഇരിക്കുന്നതും തമ്മിൽ 20 പിക്സലിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്.
ലെഫ്റ്റിൽ നിന്ന്, റൈറ്റിൽ നിന്നല്ല ലെഫ്റ്റിൽ നിന്ന് 20 പിക്സലിലെ ആ ഒരു ഗ്യാപ്പ് വന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റിന് 20 പിക്സൽ, ലെഫ്റ്റിന് ഒരു വാല്യൂ കൊടുത്താൽ സംഭവിക്കുന്നത്. ഇത് വർക്ക് ആകണമെങ്കിൽ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് പോകും. നമുക്ക് ഇനി നെക്സ്റ്റ് കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോപ്പ് ഒരു 50 പിക്സലിന് കൊടുത്തു. ഇവിടെ എന്തോ സംഭവിച്ചു, ഒരു എലമെന്റ് അടുത്ത എലമെന്റിന്റെ മുകളിൽ വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും നേരം ഞാൻ പറഞ്ഞു എന്തുവായിരുന്നു, പൊസിഷൻ സ്റ്റാറ്റിക് വെച്ചിട്ടാണ്. ഒരു എലമെന്റ് വന്നാൽ അത് കഴിഞ്ഞിട്ടേ അടുത്ത എലമെന്റ് വരത്തുള്ളൂ. അല്ല ഒന്നിന്റെ മുകളിലോ ഒന്നിന്റെ താഴെയായിട്ടോ അടുത്ത എലമെന്റ് വരത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കെങ്കിലും ഒരു ഗെസ്സോ വല്ല ഉണ്ടെങ്കിൽ ചാറ്റ് സെക്ഷനിലോട്ട് ഇടാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പൊ എന്തുകൊണ്ട് ബോക്സ് 2ഉം ബോക്സ് 3യും ബോക്സ് 1ന്റെ താഴെ പോയില്ല? ബോക്സ് 1 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെയായിട്ട് എന്തുകൊണ്ട് ഇവിടെ തുടങ്ങി ബോക്സ് 2 വന്നില്ല, അത് കഴിഞ്ഞിട്ട് ബോക്സ് 3 വന്നില്ല? അതെ, ഇത് റിലേറ്റീവ് ആയതുകൊണ്ട് സംഭവിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്യുമെന്റിൽ നിന്ന് ആ ഒരു എലമെന്റിനെ നമ്മൾ എന്താ വെച്ചാൽ ബോക്സ് 1 മാത്രമേ റിലേറ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ സ്റ്റാറ്റിക് ആണ്. അതെ, അതാണ് ഇതിന്റെ ആൻസർ. ബോക്സ് 1 മാത്രമേ ഉള്ളൂ റിലേറ്റീവ്, ബാക്കി രണ്ടും സ്റ്റാറ്റിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഭവിക്കുന്ന കേസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, HTML ഡോക്യുമെന്റിന്റെ ഫ്ലോയിൽ നിന്ന് ഈ ഒരു ബോക്സിനെ നമ്മൾ അങ്ങ് എടുക്കുവാന്ന് തന്നെ വെച്ചോ. അതിനെ അങ്ങ് എടുത്തു. ഇനി നമുക്ക് തോന്നിയ കണക്കിന് ഈ സാധനത്തിനെ ഇടത്തോട്ടോ വലത്തോട്ടോ മേളിലോട്ടോ താഴോട്ടോ, സോ ദാറ്റ് മീൻസ് ഇൻ ബിൽഡ് ആയിട്ട് പൊസിഷൻ, അതെ ബിൽഡ് ഇൻ ആയിട്ട് പൊസിഷൻ സ്റ്റാറ്റിക് ആണുള്ളത്. പൊസിഷൻ റിലേറ്റീവ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡോക്യുമെന്റിൽ നിന്ന് ആ ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെ എടുക്കുകയാണ്. ഇനി നമുക്ക് അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. അതാണ് ഇവിടെ സംഭവിച്ചത്. ടോപ്പ് 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി ഈ ബോക്സ് എവിടെ ഇരുന്നു, അവിടെ ആ ഒരു ടോപ്പിൽ നിന്ന് 50 താഴേക്ക് പോയെന്ന്. അതേപോലെ നമുക്ക് ബോട്ടം 50 കൊടുക്കാം. അപ്പൊ എന്തോ സംഭവിക്കും, എന്തുമായിരിക്കും സംഭവിക്കുന്നത്? ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കറന്റ് ഇരിക്കുന്ന ഒരു പൊസിഷൻ കാണും. ആ ഒരു ഇരുന്ന പൊസിഷനിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് 50 മുകളിലേക്ക് പോയി. അതാണ് പൊസിഷൻ റിലേറ്റീവ് എന്ന് വരുന്നത്. ഈ ഒരു കാര്യം ക്ലിയർ ആയോ? എന്തോ പൊസിഷൻ റിലേറ്റീവ്? ഏതൊരു ഒബ്ജക്റ്റിനെയും അതിന്റെ കറന്റ് പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത് പൊസിഷൻ റിലേറ്റീവ് എന്ന് വരുന്നത്. ഇത്രയോ ഇങ്ങനത്തെ പ്രോപ്പർട്ടികൾ ശരിക്കും ഒരു പ്രൊജക്ടിന്റെ കേസിൽ ഓക്കെ. നമ്മൾ ഈ ടോപ്പ് 50 px എടുത്താൽ താഴത്തോട്ട് വരും, അതേപോലെ ബോട്ടം വെച്ച മുകളിലോട്ട് പോകും. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ട് രണ്ടും ക്യാൻസൽ ആയി പോവും? അതൊരു നല്ല ചോദ്യം, നമുക്ക് നോക്കാം. ടോപ്പ് 50 പിക്സൽ നമ്മൾ കൊടുത്തു. ബോട്ടം നമുക്ക് കൊടുക്കാം ഒരു 50 പിക്സൽ. ഒരു സെക്കൻഡ്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്തോ സംഭവിച്ചത്, നല്ല ദിവസം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ടോപ്പും കൊടുത്തു ബോട്ടും കൊടുത്തു, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പോലും ടോപ്പിന്റെ പ്രോപ്പർട്ടിയാണ് ആക്സസ് ആയത്. അതെന്തുകൊണ്ട് എന്നത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്, നമുക്ക് നോക്കാം എന്തുമായിരിക്കും ഇതിന്റെ ആൻസർ എന്ന്. എനിക്കും ആ ഒരു കാര്യം ചെറിയ ഡൗട്ട് ഉണ്ട്. ഈ ഒരു കേസ്, ഈ ഒരു ഡൗട്ട് ഞാനാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നോക്കിയിട്ടാണെങ്കിൽ വന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തോ അത് ക്യാൻസൽ ആവുന്നുണ്ട്, എന്തുകൊണ്ട് ടോപ്പിന്റെ പ്രോപ്പർട്ടി ആക്സസ് ആയെന്നുള്ള കാര്യം നെക്സ്റ്റ് ക്ലാസ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നാ പോരെ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ക്വസ്റ്റൻ ആയിരുന്നു, അത് ക്യാൻസൽ ആയി പോവുള്ളൂ. എന്നിട്ട് ഞാനിപ്പോ നോക്കിയപ്പോൾ അത് വർക്ക് ആയില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കറന്റ് പൊസിഷനിൽ നിന്ന് ഒരു സാധനത്തിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്രോപ്പർട്ടി ഒരു എലമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, പൊസിഷൻ റിലേറ്റീവ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോ നമ്മൾ ലെഫ്റ്റ് ആണ് കൊടുത്തത്, ഇപ്പൊ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് റൈറ്റിൽ നിന്ന് എന്തോ ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്തെടുക്കാം. അതിന് വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പിക്സൽ ഞാൻ കൊടുത്തു. ഇവിടെ സംഭവിച്ചത് എന്തുവാണ്, റൈറ്റിൽ നിന്ന് എന്തോ ചെയ്തു, ഈ ഒരു പൊസിഷനിൽ നിന്ന് 100 പിക്സൽ എന്തോ ചെയ്തു, ലെഫ്റ്റിലോട്ട് ഈ ഒരു ഡിവ് മൂവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ആ ഒരു ഡിവിന്റെ റൈറ്റിലായിട്ട് 100 പിക്സൽ ഉണ്ടെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ റൈറ്റ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പിക്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഡിവ് കൺസിഡർ ചെയ്യുക. അതിന്റെ മാർജിൻ എവിടെ, അതിന്റെ റൈറ്റ് മാർജിൻ എവിടെ നോക്കുക. അവിടെ നിന്ന് ആ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് എത്ര പിക്സൽ ആണ് മാറിയേക്കുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് റൈറ്റ് 100 പിക്സൽ എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അപ്പൊ അതേപോലെ ടോപ്പ് ബോട്ടം ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. അത്രേ ഉള്ളൂ ആ ഒരു പൊസിഷൻ റിലേറ്റീവിന്റെ കേസ് വരുന്നുള്ളൂ. പൊസിഷൻ റിലേറ്റീവ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പൊസിഷൻ ആബ്സല്യൂട്ടിലേക്ക് പോകാം. അതെന്തോ ഇത് കുറച്ചും കുറെ പൊസിഷൻ ആബ്സല്യൂട്ട് വരുമ്പോൾ കുറച്ചും കുറെ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്.
ഇതിനേക്കാട്ടിലും കുറച്ചൊന്ന് ഹയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം, കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും തവണ പറഞ്ഞു തരാം. ഈ ഒരു പൊസിഷൻ റിലേറ്റീവിന്റെ കേസ് ക്ലിയർ ആണോ? 3 പേർക്ക് 2 പേർക്കേ ഉള്ളൂ ക്ലിയർ ആയിട്ടുള്ളൂ. ബാക്കി ഇഫ് ഹൈറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ യുവർ പൊസിഷൻ. ഓക്കെ, അപ്പം ദീപക് ആണെങ്കിൽ ഇവിടെ ചാറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഡോക്സ് തന്നെ നോക്കാം. എന്തായാലും ആ ഒന്ന് ഡൗട്ട് ആണ്, നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാം. ലിങ്ക് ഒന്ന് ഞാൻ എടുക്കട്ടെ. എവിടെ ആയിട്ടാണ് വന്നേക്കുന്നത്, കൊടുത്തേക്കുന്നത്? മുകളില് നീ ആദ്യം എടുത്ത താഴെ വെൻ ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ആ ഒരു പാരയിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ പാര ഇവിടെ ആയിട്ടാണോ? അതെ, അതിന്റെ ലാസ്റ്റ് ലൈൻ നോക്ക്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ ഇവിടെ ഷഹീമാണ് ചോദിച്ചെന്ന് തോന്നുന്നു ആ ഡൗട്ട്. ഇവിടെ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഇൻ ഓൾ ടോപ്പ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പും കൊടുത്തു ബോട്ടം കൊടുക്കുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കേസുകളിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന കേസുകളിൽ പ്രസീഡൻസ് പോകുന്നത് ടോപ്പ് പ്രോപ്പർട്ടിക്ക് ആയിരിക്കും, ആൻഡ് ബോട്ടം പ്രോപ്പർട്ടി ഈസ് ഇഗ്നോർഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കാം. ഒന്നും കൂടെ പൊസിഷൻ റിലേറ്റീവ്, എന്നിട്ട് നമുക്ക് ടോപ്പ് ഒരു 100 പിക്സൽ കൊടുത്തു, എന്നിട്ട് ബോട്ടം ഒരു 100 പിക്സൽ കൊടുത്തു. ഇവിടെ സംഭവിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആദ്യം വിചാരിച്ചു അത് ക്യാൻസൽ ചെയ്ത് പോകുന്നത്, പക്ഷെ ക്യാൻസൽ അല്ല സംഭവിക്കുന്നത്. ഇവിടെ പറയുന്ന കണക്കിന് ഒരേപോലത്തുള്ള പ്രോപ്പർട്ടികൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിന് പ്രസിഡൻസ് പോവുകയാണ്. എന്ന് വെച്ചാൽ ബോട്ടം ഇവിടെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരേപോലെയാണ്. എന്ന് വെച്ചാൽ ബോട്ടത്തിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും എന്തോ സംഭവിക്കും, ഒരേ എഫക്റ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം ഷഹീമിന് ക്ലിയർ ആയോ? ദീപക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ, ആ ഒരു കാര്യം ഒന്ന് എടുത്തൊന്ന് ചാലോടിട്ടേന്. ഷഹീം അല്ലായിരുന്നോ ചോദിച്ചേ, അതോ അതിലായിരുന്നോ ചോദിച്ചേ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയി. അപ്പൊ നെക്സ്റ്റ് കാര്യം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ പൊസിഷൻ ആബ്സല്യൂട്ടിലേക്കാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ ആബ്സല്യൂട്ടിലേക്ക് പോകാം. ഇത് ക്ലിയർ ആണെങ്കിൽ എസ് എന്നോ ക്ലിയർ ആണെന്ന് പറയാം. എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ അടുത്തുള്ള പോകത്തില്ല, കാരണം ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ് പൊസിഷൻ റിലേറ്റീവ് എന്ന് വെച്ചിട്ടുള്ളത്. 2-3 പേർക്കേ ഉള്ളൂ ക്ലിയർ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല. ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യങ്ങൾ വരത്തുള്ളൂ. അപ്പം ഇത് പഠിച്ചു വെച്ചാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. അത് ആരുടെയും കുഴപ്പമൊന്നും അല്ല. പിന്നെ അടുത്ത് നമുക്ക് പോകുന്നതാണ് പൊസിഷൻ ആബ്സല്യൂട്ടിലേക്ക് പോകുന്നത്. ഞാൻ ഇവിടെ പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചുണ്ടോ, ബോക്സ് 2 കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സ് 2 എവിടെ പോയി, അതാണ് ചോദ്യം. അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് ചാറ്റ് സെക്ഷനിലോട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച്. ബോക്സ് 1 ഈ ലൈൻ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇപ്പൊ ബോക്സ് 2 കാണാനേ ഇല്ല. ആ ബോക്സ് 2 എവിടെ പോയി, അതാണ് ചോദ്യം 1. ബിഹൈൻഡ് ബോക്സ് 1. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. ബോക്സ് 1 ബിഹൈൻഡ് ആയി പോയി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്ന് വെച്ചാൽ ഇതാണ് റിലേറ്റീവും എന്തോ ചെയ്തു, റിലേറ്റീവും അതേപോലെ തന്നെ ആബ്സല്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. റിലേറ്റീവ് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ഡോക്യുമെന്റ് ഫ്ലോയിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ HTML ടാഗ്, HTML എലമെന്റിനെ നമുക്കുള്ള ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് തരുന്നതേ ഉള്ളൂ. അതേ സ്ഥലത്ത് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയിട്ട് ആ ഒരു എലമെന്റിനെ ആ ഒരു HTML ഡോക്യുമെന്റിൽ നിന്ന് ഇഗ്നോർ ചെയ്താൽ കളയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ബോക്സ് എന്തോ ചെയ്യുന്നു, ആ ഒരു ബോക്സ് 1 HTML ഡോക്യുമെന്റിൽ ഇല്ല എന്ന രീതിയിലേക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് പോവാണ്. അപ്പോൾ ഈ സാധനത്തിന്റെ താഴെ ബോക്സ് 2 ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ഇപ്പൊ ഞാൻ ടോപ്പ് ഒരു 40 പിക്സൽ നോക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു 140 കൊടുക്കാം. ഇവിടെ സംഭവിച്ച കാര്യം എന്തുവാണ്, ആ ഒരു ബോക്സ് 1 ടോപ്പിൽ നിന്ന് 50 പിക്സൽ താഴേക്ക് പോയി. അതിന്റെ തൊട്ട് പുറയിലാണ് ആര് നിൽക്കുന്നത്, ഈ ഒരു ബോക്സ് 2 നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് പൊസിഷൻ റിലേറ്റീവും ആബ്സല്യൂട്ടും വരുന്ന ആലോചിക്കേണ്ടത്. പൊസിഷൻ റിലേറ്റീവ് വരുന്ന നേരത്ത് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റിൽ നിന്ന് എലമെന്റിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ആക്സസ് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നില്ല. അറ്റോൺസ് പൊസിഷൻ ആബ്സല്യൂട്ട് നമ്മൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ ആ ഒരു എലമെന്റിനെ നമ്മൾ എന്തോ ചെയ്യുന്നത്, ആ ഡോമിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്തിട്ട്
ആ ഒരു എലമെന്റ് ഇഗ്നോർ ചെയ്താൽ കളയും. ആ ഒരു എലമെന്റ് ഡോക്യുമെന്റിൽ ഇല്ല എന്ന് തന്നെ പറയും. എന്നിട്ട് നമുക്ക് അതിനെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്തൊരു കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അടുത്തൊരു പ്രോബ്ലം. നമ്മൾ ടോപ്പ് 0 എന്ന് കൊടുത്തു. ഇപ്പം എക്സാമ്പിൾ ഇവിടെ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു. ടോപ്പ് 0 എന്ന് കൊടുത്താൽ സംഭവിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ ഏതായാലും ഫൈനൽ പൊസിഷൻ ആയാലും അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. കാരണം ടോപ്പ് 0 എന്ന് വരുന്നു. നമ്മളിവിടെ 10 എന്ന് കൊടുക്കുന്ന അനുസരിച്ച് എന്തോ ചെയ്യുന്നു, ഇത് താഴോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാമല്ലോ. താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലത്ത് പൊസിഷൻ ആബ്സല്യൂട്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ അതേ സ്ഥലത്ത് ആ ടോപ്പിന്റെ വാല്യൂ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് HTML അങ്ങ് മുകളിലുള്ള ആ ടോപ്പ് ആയിട്ട് അങ്ങ് പോവാണ്. എന്തുകൊണ്ട്? ഇപ്പൊ നമുക്ക് പാരഗ്രാഫും കാണാൻ പറ്റുന്നില്ല, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആർക്കെങ്കിലും ഒന്ന് ചാറ്റി പറയാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സാധാരണ നമ്മൾ ആ ഇനിഷ്യൽ പൊസിഷനിൽ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നു, ബോക്സ് 1ന്റെ താഴെ ബോക്സ് 2 പോകണം. അപ്പൊ അതാണ് അതിൽ പറഞ്ഞ റിലേറ്റീവ് ഡിപെൻഡ്സ് ഓൺ പേരന്റ് ബട്ട് ആബ്സലൂട്ട് ഡിപെൻഡ്സ് ഓൺ HTML. അതാണ് അതിന്റെ ഉത്തരവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആബ്സലൂട്ട് ഡിപെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിന്റെ പേരന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ HTML ആണ് ഡിപെൻഡ് ചെയ്യുന്നത്, അൺലെസ് ആ ഒരു ഡിവ് അല്ലെങ്കിൽ ബോക്സിന് വേറെ പേരന്റ് ഇല്ലെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ബോക്സ് 1ന്റെ പേരന്റ് ആക്ട് ചെയ്യുന്ന മെയിൻ ബോക്സിനകത്ത് ഞാൻ ചുമ്മാ എന്തോ ചെയ്യുന്നു, പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം മനസ്സിലാക്കി തരാം. പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സെക്കൻഡ്. പൊസിഷൻ ആബ്സലൂട്ട് കൊടുത്തു, എന്നിട്ട് ഇത് ഓക്കെ. ഇപ്പൊ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ഇത് പൊസിഷൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മള് ടോപ്പ് 0 ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യത്തേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊസിഷൻ ആബ്സലൂട്ട് കൊടുത്തു. പൊസിഷൻ ആബ്സലൂട്ടിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേരന്റിന് ഒരു പ്രോപ്പർട്ടി ആയ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിലേറ്റീവ് എന്ന് കൊടുക്കാം. റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞു. ബോക്സ് 1ന്റെ താഴെയാണ് ബോക്സ് 2 പോയേക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 10 പിക്സൽ മാറി കൊടുക്കാം. അപ്പോൾ ആ ഒരു ബോക്സ് 1 മൂവ് ചെയ്തേക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് 10 പിക്സൽ മൂവ് ചെയ്തു. അപ്പൊ അതിനെ ആ ഒരു ഡോമിൽ നിന്ന് എടുത്ത ഒരു കേസാണ് വരുന്നത്. ഇനിയിപ്പോ ടോപ്പിന്റെ നമുക്ക് ജസ്റ്റ് നോക്കാം. ബോക്സ് മെയിൻ ബോക്സിന് തന്നെ സെക്കൻഡ് ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ ആബ്സലൂട്ട് കൊടുക്കുന്ന നേരത്ത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു എലമെന്റ് അല്ലെ H1 ആ ഒരു എലമെന്റിനെ ഇപ്പൊ നമ്മൾ എന്തോ ചെയ്തു, ആ ബോക്സ് 1 എന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ബോക്സ് 1നെ നമുക്ക് ഈ ഒരു പേജ് കാണാൻ പോലും കിട്ടുന്നില്ല. ബോക്സ് 1നെ കാണാൻ പോലും പറ്റുന്നില്ല. അത് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സ് 1 ബാക്കി അതിന്റെ പേരന്റ് ഇഗ്നോർ ചെയ്തിട്ട് നേരെ പോകുന്നത് HTML-ലേക്കാണ് പോകുന്നത്. അതാണ് അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള സാധനം. ആ ഒരു പേരന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ബോട്ടം ഫീച്ചർ വരാനായിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ ബോക്സ് 1 നിൽക്കുന്ന പേരന്റ് ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ബോക്സ് ആണ്. മെയിൻ ബോക്സിന് വെളിയിലാണ് HTML വരാൻ പോകുന്നത്. ഈ ഒരു മെയിൻ ബോക്സിന് ഞാൻ കൊടുക്കാൻ പോകുന്നതാണ് പൊസിഷൻ റിലേറ്റീവ്.
ഈ ഒരു കേസിലാണ് പൊസിഷൻ റിലേറ്റീവും ആബ്സലൂട്ടും മാക്സിമം ഉപയോഗിച്ച് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ ഇവിടാണ് ശരിക്കും ആ ഒരു യൂസ് കേസ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇത് ചിൽഡ്രൻ ആണെന്ന് തന്നെ വെച്ചാൽ ഈ 3 ചൈൽഡ് ഉണ്ട് ആർക്ക്, ഈ മെയിൻ ബോക്സിന്. ഈ മെയിൻ ബോക്സിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ഏതെങ്കിലും കേസിൽ നമ്മൾ ബോട്ടം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ, ഇപ്പം ബോട്ടം വെക്കൽ 10 പിക്സൽ തന്നെ കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള HTML ഡോക്യുമെന്റിന്റെ ആ ഒരു പേജിന്റെ ബോട്ടത്തിൽ നിന്ന് 10 പിക്സലേ പോകുന്നുള്ളൂ. കാരണം റിലേറ്റീവ് ടു എന്തുവാണ്, HTML ആണ്. ഇതിനെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തുമായിരിക്കണം, ആ ഒരു മെയിൻ ബോക്സിന് നമ്മൾ കൊടുക്കണം പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുക്കണം. ആ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ഇത് എൻക്ലോസ് ചെയ്യുന്ന മെയിൻ ബോക്സിന്റെ ബോട്ടത്തിൽ നിന്നായിരിക്കും 10 പിക്സൽ വരാനായിട്ട് പോകുന്നത്. ഈ റിലേറ്റീവ് തന്നെ കൊടുക്കണമെന്നില്ല, സ്റ്റാറ്റിക് കൊടുത്താലും സ്റ്റാറ്റിക് സീൻ ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ഫ്ലോ ആണ്. അപ്പം ഇവിടെ റിലേറ്റീവ് തന്നെ കൊടുക്കുക. ആ ഒരു കാര്യം ജസ്റ്റ് എന്തോ ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ശരിക്കും ആ ഒരു പൊസിഷൻ ആബ്സലൂട്ടും റിലേറ്റീവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു യൂസ് കേസ് ആണ് ഇപ്പം കണ്ടത്. ആ ഒരു ആബ്സലൂട്ടും റിലേറ്റീവും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആ ഒരു യൂസ് കേസ് ആണ് ഇത്. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇത് പറഞ്ഞു തരാം വേണമെങ്കിൽ, കാരണം ഇത് കുറച്ച് തലവേദന പിടിച്ച സാധനമാണ്. ഇനിഷ്യലി ബോക്സ് ഇങ്ങനെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ചുമ്മാ എന്തോ ചെയ്തു, പൊസിഷൻ ആബ്സലൂട്ട് കൊടുത്താൽ തന്നെ വെച്ചോ. ആബ്സലൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെന്റിനെ ഇപ്പൊ എന്തോ ചെയ്തു, ആ എലമെന്റിന്റെ താഴെയാണ് ബോക്സ് 2ഉം 3ഉം പോയത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തോ ചെയ്തു, കംപ്ലീറ്റ്ലി ആ ഒരു ഡോക്യുമെന്റ് ഇഗ്നോർ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ബോട്ടം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കേസ് എന്തുവാണ്, 1നെ കാണാനേ ഇല്ല, 1 പോയി. എവിടെ പോയി നോക്കുമ്പോൾ ഏറ്റവും താഴെ ഫൂട്ടർ പൊസിഷനിൽ വന്നു. ഇനിയും നമുക്ക് ചെയ്യേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HTML ആ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി മാറ്റാൻ വേണ്ടി ബോക്സ് 1 നിൽക്കുന്ന പേരന്റിനെ നമ്മൾ എന്തോ ചെയ്യുന്നു, അതിന്റെ പൊസിഷനെ നമ്മൾ എന്തോ ചെയ്യണം, റിലേറ്റീവ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആയാൽ മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, ആ ഒരു പേരന്റിലേക്ക് ആ ഒരു ബോക്സ് 1നെ കിട്ടത്തുള്ളൂ. ഈ ഒരു കാര്യം ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൊണ്ട് ഇത് പറയാം. കാരണം ഇതാണ് ആക്ച്വലി പൊസിഷൻ. ചുമ്മാ നമ്മൾ റിലേറ്റീവ് ഉപയോഗിക്കത്തില്ല, ആബ്സലൂട്ടിന്റെ കൂടാണ് കൂടുതലും റിലേറ്റീവ് ഉപയോഗിക്കുന്നതും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു യൂസ് കേസ് ഇതാണ്, ആബ്സലൂട്ടിന്റെയും റിലേറ്റീവിന്റെയും. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കണം എങ്ങനെയാ ചെയ്തതെന്ന്. ഇപ്പൊ ചില കേസിൽ നമുക്ക് എന്തോ ചെയ്യണം, ചില എലമെന്റുകളെ പേജിന്റെ റൈറ്റ് ടോപ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തോ ചെയ്യാം, ടോപ്പ് എന്ന് കൊടുക്കാം, എന്നിട്ട് ഈ റിലേറ്റീവ് എടുത്ത് കളയാം. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും, റൈറ്റ് 0 എന്ന് കൊടുക്കുന്ന നേരത്ത് സംഭവിച്ചെന്ത് പറ്റി, ആ ഒരു എലമെന്റിനെ നമുക്ക് എന്തോ കിട്ടി, ആ പേജിന്റെ റൈറ്റ് കിട്ടി. കണ്ടോ, ക്ലിയർ ആയോ? അതേ സ്ഥലത്ത് നമുക്ക് എന്തോ ചെയ്യണം, അങ്ങനെ വേണ്ട, ഈ ഒരു ബോക്സിന്റെ റൈറ്റ് ടോപ്പിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ എന്തോ ചെയ്യണം, പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്താൽ മതി. അതാണ് ഇത്രയും നേരം പറയുന്നത്. പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിലേറ്റീവ് ആയിട്ട്, ആ ഔട്ടർ ബോക്സിന് റിലേറ്റീവ് ആയിട്ട് പൊസിഷൻ നടക്കത്തുള്ളൂ. ആ ഒരു കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു കോർ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് കുറെ നമ്മളിങ്ങനെ ചെയ്ത് ഈ സാധനം പഠിക്കത്തുള്ളൂ. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്ത് പഠിക്കേണ്ട രീതി, ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാക്സിമം ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ facebook.com എന്ന് വേറൊരു ഡൗട്ട് ഉണ്ട്, ഓക്കെ ചോദിക്കുക. facebook.com-ലോട്ട് നമ്മൾ കയറുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ വെബ്സൈറ്റ് നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എങ്ങനെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഇമേജ് ഇട്ടു, പിന്നെ ഇത് താഴെ ഒരു ഹെഡിങ്, ഇവിടെ ഒരു ഫോം. ഇത് നമ്മൾ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ചെയ്യും, ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മിക്ക കേസിലും വരും, അതാണ് വരുന്നത്. വേറെ ഡൗട്ട് ഉണ്ട്, എന്തുവാണ് ഡൗട്ട് ഉള്ളത്? ആ ഒരു ഡൗട്ട് ചോദിക്കാവോ, എന്തുവാന്ന്? അത് പൊസിഷൻ ഇല്ലേ, പൊസിഷൻ നമ്മള് അബ്സല്യൂട്ടും അതേമാതിരി നേരത്തെ ചോദ്യത്തിന്റെ സെയിം ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചില് ഒരു ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിലേറ്റീവും അബ്സല്യൂട്ടും രണ്ടിനും ഒരു ഒറ്റ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അത് തന്നെ വലിയ കാര്യം. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ആരും കൊടുക്കാറില്ല. ഇനി അങ്ങനെ കൊടുത്തിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ ആരും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ച് മുട്ടേ, പക്ഷെ എന്നാലും കിട്ടിയാലോ എന്തെങ്കിലും ഇതില് എന്തെങ്കിലും അബ്സല്യൂട്ട് ആണോ മറ്റേതാണോ ആദ്യം എടുക്കാന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ അങ്ങനത്തെ അത്രയും രീതി ഞാൻ പോയിട്ടില്ല. കാരണം അങ്ങനെ രണ്ടും കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല ഒരിക്കലും. നമുക്ക് നോക്കാം. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിലേറ്റീവ് തന്നെയാണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടും വന്ന റിലേറ്റീവ് എടുക്കത്തുള്ളൂ. അത് നമ്മൾ പൊസിഷൻ അടിയിൽ ഇട്ടത് കൊണ്ടാണോ അത്? ഇനിയിപ്പോ അബ്സല്യൂട്ട് നേരെ തിരിച്ചിട്ട് അബ്സല്യൂട്ട് ആവും അത്, അതോ റിലേറ്റീവ് മാത്രമേ എടുക്കൂ? അപ്പൊ അത് തന്നെ. അപ്പൊ അത് ആദ്യം കാണുന്നതാണ് എടുക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം
ഇതിങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ആരും ഇങ്ങനൊന്നും ചെയ്ത് വെക്കരുത്. ഒരിക്കലും പൊസിഷൻ റിലേറ്റീവ് ഞാൻ പഠിപ്പിച്ചൊന്നും ആരും ചെന്ന് പറയരുത് ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും. റിലേറ്റീവും ആബ്സലൂട്ടും ഒരിക്കലും ഒരുമിച്ചൊന്നും ഉപയോഗിക്കരുത്. അറ്റ് വൺസ് ഏതെങ്കിലും ഒരു കാര്യമേ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ റിലേറ്റീവ് വലിയ ആബ്സലൂട്ട് ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം അവൻ ചോദിച്ചത് കൊണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് അത് എന്തുമായിരിക്കും വരുന്നതെന്നൊന്ന് കാണാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. അതാരും പഠിച്ചൊന്നും വെക്കരുത്. ചിരിക്കുന്നു, ദൈവമേ ഒന്നും പറയുന്നില്ല ഞാൻ ക്ലാസ് ആയതുകൊണ്ട്. അത് ഇതെല്ലാം ഒരുമിച്ച്. അപ്പോ അപ്പൊ ഈ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണോ? പൊസിഷൻ ആബ്സലൂട്ടും റിലേറ്റീവും. ചില കേസുകൾ വരും എന്ന് വെച്ചാൽ ചില വെബ്സൈറ്റിന്റെ ഒക്കെ സൈഡ് റൈറ്റ് കോർണറിലൊക്കെ കൊണ്ട് ഇമേജ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇടണം. അപ്പൊ ആ കേസിലൊക്കെ ഇത് മാക്സിമം ഉപയോഗിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാത്തവർക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും എസ് എന്ന് പറയാം. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എവിടാ മനസ്സിലാകട്ടെ? റിലേറ്റീവ് ആണോ ആബ്സലൂട്ട് ആണോ അതോ റിലേറ്റീവ് ആബ്സലൂട്ട് ഒരുമിച്ച് പറഞ്ഞാണോ മനസ്സിലായിരുന്നേ? മൂന്ന് കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം. പൊസിഷൻ, ഞാൻ ആദ്യം പൊസിഷൻ റിലേറ്റീവിനെ കുറിച്ച് പറയാൻ പോകുന്നു. അവിടെ പൊസിഷൻ റിലേറ്റീവ് ഞാൻ കൊടുത്തു, ചുമ്മാ പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു. പ്രത്യേകിച്ച് ഒരു എഫക്റ്റീവ് ഇല്ല. ഞാൻ ഇവിടെ ചുമ്മാ ടോപ്പ് 30 പിക്സൽ എന്ന് കൊടുത്തു. ഇവിടെ സംഭവിച്ച എന്തുവാണ്? ഈ ഒരു സംഭവിച്ച എന്തുവാണ് അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. നോക്കണേ. ഇനിഷ്യലി ഇങ്ങനെ ഇരുന്നത് ജഹാനിക്ക് മനസ്സിലായോ ഇത് എങ്ങനെ ഇരുന്നതെന്ന്? ഇപ്പം ആ ഒരു കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന്? അൺമ്യൂട്ട് ചെയ്താണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തും പറയാം, കുഴപ്പമില്ല. ഇപ്പൊ ഇരിക്കുന്ന കാണാൻ പറ്റുന്നു, ക്ലിയർ ആണോ? കാരണം കളറിന്റെ ആ ഒരു സംഭവം എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്ത് നോക്കണേ. ടോപ്പ് 30 കൊടുത്തു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു? ഇത് മുകളിൽ നിന്ന് താഴേക്ക് പോകാനായിട്ട് ശ്രദ്ധിച്ചോ? എന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമുക്ക് എങ്ങോട്ട് വേണം നീക്കി കൊണ്ടുപോകാന്ന്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് 30, ഇത് 130 ആകുമ്പോൾ എന്തോ സംഭവിക്കും? ഇവിടെ ചെന്നു 230 ആകുമ്പോൾ ഇവിടെ അങ്ങ് പോവാണ്. പിന്നെ ഇപ്പൊ നമുക്ക് നോക്കിയ സാധനം എവിടാന്ന്? താഴെ പോയത് കണ്ടോ? ആദ്യം നിന്ന ബോക്സ് 1നെ നമ്മൾ നീക്കി താഴോട്ട് കൊണ്ടുവന്നു. അതേ സ്ഥലത്ത് നമ്മൾ ഇവിടെ എന്തോ ചെയ്യുന്നു? പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കാൻ പോവാണ്. പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കുന്ന നേരത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് 1 എവിടെയും പോയിട്ടില്ല. ബോക്സ് 1 ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ബോക്സ് 1ന്റെ താഴേക്ക് ബോക്സ് 2ഉം ബോക്സ് 3യും പോയി. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഹൈറ്റ് മാറ്റി കാണിച്ചു തരാം. ക്ലിയർ ആയോ? ബോക്സ് 1ന്റെ താഴോട്ട് എന്തോ പോയി, ബോക്സ് 2ഉം 3യും പോയി. അത് ശ്രദ്ധിച്ചോ? കണ്ടു. അതാണ് പൊസിഷൻ ആബ്സലൂട്ടിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ പൊസിഷൻ ആബ്സലൂട്ടിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്തോ ചെയ്യും? ഇഗ്നോർ ചെയ്തിട്ട് അതിന്റെ താഴോട്ട് ബാക്കി എലമെന്റ് കയറി വീഴും. ഇതിന്റെ താഴെയുള്ള പൊസിഷൻ എന്തായിരുന്നു? സ്റ്റാറ്റിക്കിന്റെ ആ ഒരു ഇത് വരും. ആ ഒരു എലമെന്റ് മാറ്റിയിട്ട് ബാക്കി എല്ലാം പൊസിഷൻ സ്റ്റാൻഡിക് ആയി മാറ്റും. അതാണ് അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. പൊസിഷൻ ഇത് നോക്കണം. പൊസിഷൻ ഫിക്സ്ഡ് നമുക്ക് നോക്കാം. അതും കൂടെ ഇന്ന് നോക്കാം. ഇത് കൂടെ ആവുന്ന നേരത്തെ ഏകദേശം നിങ്ങളിലേക്ക് കിളി പോകും. ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട്, കാരണം ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്ത കൺസെപ്റ്റ് എടുക്കാം. ഓക്കെ ആണോ? ഷെഹിമേ, പിള്ളേർക്ക് ഓക്കെ ആണോ? എനിക്കും തോന്നുന്നത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ഇവർക്ക് വേണമെങ്കിൽ ഇന്നത്തെ കണ്ടന്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യും യൂട്യൂബില്. ഇന്ന് തന്നെ ഇതെടുത്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലേ പിടി കിട്ടത്തുള്ളൂ. നാളെ രാവിലെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി. പൊസിഷൻ ആബ്സലൂട്ട് എന്തോ, റിലേറ്റീവ് എന്തോ, പൊസിഷൻ എന്തോ, എല്ലാം കൺഫ്യൂഷൻ ആവും. നെക്സ്റ്റ് കാര്യം ഞാൻ പറയാൻ പോകുന്നതാണ് പൊസിഷൻ ഫിക്സ്ഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊക്കെ എടുത്ത് ഞാൻ കളയുകയാണ്. ഞാൻ ബോക്സ് 1 ഒരു പൊസിഷൻ ഫിക്സ്ഡ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനൊരു ഹൈറ്റ് സ്ക്രോൾ എത്തിയിട്ടുണ്ട്. എന്തുമാതിരി എറർ കാണിക്കുന്നു ഇവിടെ. ഹൈറ്റ് 200 VH എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പൊസിഷൻ
ഇപ്പം ക്ലിയർ ആയോ? ഇവിടെ സംഭവിക്കുന്ന കേസ് എന്തുവാന്നാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു സംഭവം. ഇത് ശ്രദ്ധിക്കണേ, ഇതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കേസാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത് വരും, അപ്പം ശ്രദ്ധിക്കുക എന്തായാലും. അവസാനത്തെ 2 ബോക്സ് ഞാൻ കളയുകയാണ്, അതിന്റെ ആവശ്യം ഇനിയില്ല. എന്നിട്ട് ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവാണ്, ബ്ലൂ വന്ന്. അത് പ്രശ്നമാകും, ബോഡിക്ക് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത കാര്യം എന്തുവാണെന്ന് നോക്കണ്ടേ. നമ്മൾ ചില വെബ്സൈറ്റുകളിൽ കയറുന്ന നേരത്ത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെന്റെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ആണ്, ഇത് ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് എവിടെയാണ് ഇതിന്റെ യൂസ് കേസ് ഞാൻ പറയാം. പൊസിഷൻ ഫിക്സ്ഡ് എന്തിനാ ഉപയോഗിക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. എക്സാമ്പിൾ കാണിക്കാൻ നേരത്ത് മനസ്സിലാവല്ലോ. കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വെബ്സൈറ്റ് എടുക്കണം. ഇതൊന്ന് ലോഡ് ആകട്ടെ വെബ്സൈറ്റ്. അപ്പൊ അതുവരെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും ഒന്ന് ചെയ്യുക. അതുവരെ അതൊന്ന് ലോഡ് ചെയ്യുന്നവരെ ഈ ചെയ്ത അത്രയും കാര്യങ്ങളൊന്ന് ചെയ്യുക. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, സ്റ്റാർ കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഹൈറ്റ് 200 VH കൊടുത്തു. അത് കൊടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്ക്രോൾ ഫംഗ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ആ ഒരു പേജിന്റെ ഹൈറ്റ് 200 VH ഞാൻ കൊടുത്ത് ഞാൻ ഫിക്സ് ആക്കി നിർത്തിയേക്കുവാണ്. എന്നിട്ട് എന്തോ ചെയ്തു, ബോക്സ് 1-നാണെങ്കിൽ പൊസിഷൻ ഫിക്സ്ഡ് എന്ന് കൊടുത്തു, ടോപ്പ് 0 എന്ന് കൊടുത്തു. ഈ ബോക്സ് 1-ന്റെ മെയിൻ പേരന്റ് ഞാൻ ഒരു പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു, ഇത് റിലേറ്റീവ് എന്ന് കൊടുത്തു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തോ ചെയ്യാം. കോഡിംഗ് സെക്ഷനിൽ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ ചെയ്തോ, ഈ സ്റ്റൈൽ ഇത്രയും നിങ്ങൾ ചെയ്തോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലിലോട്ട് ഇടുക. ചെയ്തെന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തോ? ഞാൻ ഇവിടെ ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന കോഡ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ ചില വെബ്സൈറ്റുകളിൽ കയറി, ഇപ്പൊ എന്റെ വെബ്സൈറ്റിൽ തന്നെ കയറുമ്പോൾ ഞാൻ ഈ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ പോലും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കെവിൻ ജേക്കബ് എന്നുള്ള ഈ ഒരു ഹെഡർ കണ്ടോ, അത് അവിടെ തന്നെ നിൽക്കുകയാണ്, അത് മൂവ് ചെയ്യുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ ഈ കെവിൻ ജേക്കബ് എന്നുള്ള ഈ ഒരു സംഭവം? ഇത് നീങ്ങുന്നില്ല. അതിപ്പം ആദ്യം ചെന്നാലും പേജിന്റെ അവസാനത്തോട് ചെന്നാലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കെവിൻ ജേക്കബ് എന്ന ഒരു ഹെഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറുന്നില്ല, ഒരിടത്ത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, പൊസിഷൻ ഫിക്സ്ഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ഹെഡറിന്റെ കണക്കിനാക്കണമെങ്കിൽ ഞാൻ വിട്ട് ഒരു 100% ആക്കുകയാണ്. പിന്നെ നിങ്ങൾ നോക്കി ഈ സാധനം സ്ക്രോൾ ചെയ്ത് നോക്കി, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തോ സംഭവിച്ചു കണ്ടോ? ഈ സാധനം ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണോ അറിയാൻ വേണ്ടി ആ സ്ക്രോൾ നോക്കിയേ, റൈറ്റിലെ താഴോട്ട് പോകുന്നുണ്ടോ? എന്നിട്ട് പോലും എന്തോ സംഭവിക്കുന്നു, ആ ഒരു ബോക്സ് 1 അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നത്, പൊസിഷൻ ഫിക്സും ടോപ്പ് 0 കൊടുക്കുന്നത്. അപ്പോൾ ഒരിടത്ത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ക്ലിയർ ആയോ? എന്തിനാണ് അതിന്റെ യൂസ് കേസ്? അതാണ് ആ ഒരു പൊസിഷൻ ഫിക്സ്ഡിന്റെ. ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ റിലേറ്റീവ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ അബ്സല്യൂട്ട് ഇട്ടില്ലേ, അതേപോലെ നമുക്ക് ഫിക്സ്ഡ് ഇടാൻ പറ്റുമോ? എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടേബിൾ എന്തെങ്കിലും കൊടുത്താൽ, അല്ലാതെ ഇപ്പൊ ഇത് HTML-ന്റെ നിന്നിട്ടല്ലേ നിൽക്കുന്നത് ഇപ്പൊ ഇത്. അപ്പം അതിന് പകരം നമുക്ക് അതിന്റെ ഉള്ളിൽ ഒരു പാരന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാരന്റിലൂടെ ഫിക്സ്ഡ് വർക്ക് ആവുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ എന്തെങ്കിലും ഒരു ഫോമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. എന്തെങ്കിലും ഫോമോ കാര്യങ്ങളോ ഇവിടെ ഒരു ഡിവ് നമുക്ക് തുറക്കാം. എന്തായാലും നോക്കാം, എന്തായാലും ആ കാര്യം എന്തായാലും നോക്കട്ടെ.
ഈ ഒരു സാധനത്തിന് നമ്മൾ ഫിക്സ്ഡ് ആക്കണമല്ലോ അല്ലേ? ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക്. ബോക്സ് പൊസിഷൻ ഫിക്സ്ഡ് ആക്കി മാറ്റാം. എന്നിട്ട് ഒരു 200 പിക്സൽ കൊടുക്കാം. സംഭവിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആണ് നോക്കേണ്ട കാര്യം. അപ്പം ഞാനിവിടെ വേണമെങ്കിൽ കുറച്ച് കണ്ടന്റും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കായിരുന്നു. ഇപ്പൊ ആ ഒരു ഫോം ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോം കൊടുത്തിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോമിനെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചേക്കും. കണ്ടോ, താഴെ ടെക്സ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഫോം എന്തോ ചെയ്തു, ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ശ്രദ്ധിച്ചോ, ഈ ഫോം ഫിക്സ്ഡ് ആണ്, മാറുന്നില്ല, ഹെഡറിനെ പോലെ തന്നെ. അപ്പൊ അതേപോലെ എന്തോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഇപ്പൊ ചാറ്റ് ബോട്ട് ആയിരിക്കും ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഇതിന് സിനാരിയോ വരുന്നത്. ഇപ്പൊ റൈറ്റിൽ ഒരു ചാറ്റ് ബോട്ട് വേണം. അതിപ്പോ താഴോട്ട് പോയാലും മേളിൽ നിന്നാലും ആ ചാറ്റ് ബോട്ട് അവിടെ ഒരിടത്ത് ഫിക്സ് ആയിട്ട് നിൽക്കണം. അപ്പൊ അതിന് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് ഫിക്സ് ചെയ്ത് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഫോമിനായാലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ഫിക്സ് എന്ന് കൊടുക്കുക, എന്നിട്ട് ടോപ്പോ എന്തെങ്കിലും പൊസിഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യം ക്ലിയർ ആയല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ടോപ്പിക്സ് കവർ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയി? വേറെ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ല. പക്ഷെ ഇങ്ങനെ ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ലാത്തൊരു ലീവ് ഉള്ളവർ നിൽക്കാനായിട്ട് അല്ലയോ? ലീവ് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞില്ല പിന്നെ ഇന്നത്തെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നാളെ നിങ്ങൾക്ക് പ്രോഗ്രാം ഇല്ല. 10-ാം തീയതി നാളെ നിങ്ങൾക്ക് പ്രോഗ്രാം ഇല്ല. അപ്പം നിങ്ങൾക്ക് ടിങ്കർ ഡേ എന്ന് പറഞ്ഞ ടിങ്കർ ടൗൺ ഹാൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് കണ്ടായിരുന്നു എല്ലാവരും. അതിന് നാളെ എന്തായാലും അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാവരും പിടിച്ച് കയറ്റുക. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. സോ കംപ്ലീറ്റ് ഒരു ഫൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നാളെ എന്തായാലും അതിന് അറ്റൻഡ് ചെയ്യുക. അതുള്ളതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ടുണ്ടായ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ നമ്മുടെ കോളേജിൽ. അങ്ങനെ 3 ഉണ്ട്. വേറൊന്ന് ഒരു ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജും പിന്നെ വേറൊരു കോളേജും കൂടി ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. അങ്ങനെ നമ്മൾ 3 കോളേജാണ് ഈ ഒരു ന്യൂ സെക്ഷനിൽ വന്നത്, ഈ ഒരു ഇയറിൽ വന്നത്, പുതുതായിട്ട് വന്നത്. അപ്പം നമ്മുടെ ഒരു എന്താണ് ഇൻട്രൊഡക്ഷൻ, ഐ മീൻ എന്താ പറയുക, നമ്മളെ വെൽക്കം ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ കെവിൻ പറഞ്ഞ മെഹർക്കും എല്ലാവരും ഉണ്ടാവും അവിടെ. അപ്പൊ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഫ്രഷസ് ഡേ ഈ നന്നായിട്ട് ഞങ്ങൾ ചാമ്പുണ്ട് അല്ലേ അതിലെ, ഇങ്ങോട്ട് വാ. പരിപാടി കഴിഞ്ഞിട്ട് നിന്നെ കാണാം അല്ലയോ? അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കാണ്ട് ജഹാനെ ചോദിച്ചതെന്ന് വെച്ചാൽ മോളിൽ കൊടുത്ത സ്റ്റാർ എന്തോന്ന്. സ്റ്റാർ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലോബൽ പ്രോപ്പർട്ടികളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാർ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് എടുത്ത് കളഞ്ഞെന്ന് വെച്ചോ, ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തോ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ചെറിയൊരു സ്പേസിങ് വന്നേക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഇല്ല, അത് റിമൂവ് ചെയ്ത ചെറിയൊരു സ്പേസിങ് വരുന്നതായിട്ട് ശ്രദ്ധിച്ചോ? ഈ സൈഡില് ജഹാന ചെറിയൊരു സ്പേസിങ്, ആ ഒരു മാർജിൻ പോലെ വന്നു. അപ്പൊ അത് എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗസർ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ആണ്. ബ്രൗസർ ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു മാർജിൻ ആണത്. മാർജിൻ അല്ല, പാഡിങ്. ഡീഫോൾട്ട് ആയിട്ട് ബ്രൗസർ കൊടുക്കുന്ന ഒരു പാഡിങ് ആണ് ആ ഒരു ചെറിയൊരു ഡയമെൻഷനിലുള്ള ആ ഒരു സൈസ്. അപ്പൊ അത് നമ്മൾ എന്തോ ചെയ്യാൻ വേണ്ടി റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ മാർജിൻ 0 പാഡിങ് 0 കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ആ ചെറിയുള്ള ആ ഗ്യാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാൻ, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഈ VH എന്നാൽ അതിപ്പോ ഞാൻ ഒരു അസൈൻമെന്റ് ആയിട്ട് അങ്ങ് തരാം. നവാഫ് ഒന്ന് പോയി റിസർച്ച് ചെയ്ത് നോക്ക് VH എന്തോ. ഞാൻ ഇത്രയും യൂണിറ്റ്സ് പഠിച്ചില്ല, എന്തുവാണ് VH ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കുക VH എന്തുവാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാതിരുന്ന നിങ്ങളെ കൊണ്ട് തന്നെ റിസർച്ച് ചെയ്യും നിങ്ങളെ. ഓക്കെ, നവാഫ് റിസർച്ച് ചെയ്തിട്ട് വാ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വലിയ സംഭവമൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചില്ല, അപ്പൊ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നാളെ എന്തായാലും നാളത്തെ സെഷൻ നോക്കിയിട്ട് വാ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ.